UDFിന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് രൂക്ഷമായ മറുപടിയുമായി മുഖ്യമന്ത്രി. കേരളത്തിൽ UDF അധികാരത്തിലിരുന്ന കാലമാണ് ദുരന്തമെന്ന് വിമർശിച്ചു. എല്ലാ മേഖലയിലും UDF കാലത്ത് കേരളം പുറകോട്ട് പോയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് UDFും BJPയും ഒരേപോലെ സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികാഘോഷ വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. LDF സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഒരു പരിപാടി തിരുവനന്തപുരത്ത് UDF നടത്തുകയുണ്ടായി. ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം UDFും BJPയും ഒരേ മനസ്സോടെ LDF സർക്കാരിനെ എതിർക്കാൻ തയ്യാറാകുന്നുവെന്നതാണ്. ഒരു സർക്കാരിൻ്റേതായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ 7 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ നമുക്കറിയാം, അത്തരത്തിലുള്ള ഒരു വീഴ്ചയും ഈ പറയുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നില്ല എന്ന്. നേരെ മറിച്ച് അവർ കെട്ടിപ്പൊക്കുന്ന അപവാദങ്ങളിലാണ് കേന്ദ്രീകരിച്ചു വന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അമൽ നാഥ ചേരുന്നു. അമൽ, 2ാം പിണറായി സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിലാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. UDFും അതുപോലെ തന്നെ BJPയും ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുന്നു എന്നൊക്കെ ഗുരുതരമായ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഒരു വശത്ത് UDFിന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇത്തരമൊരു കാര്യം ഉന്നയിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്? ഭദ്ര, 2ാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷികത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 20ാം തീയതി, അതായത് ഇന്നു മുതൽ 27 വരെയുള്ള 8 ദിവസങ്ങളിലായാണ് ഈ 2ാം വാർഷിക ആഘോഷിക്കുന്നത്. അതിന്റെ തുടക്കം ഇന്ന് രാവിലെയോടുകൂടി തന്നെ തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം കനകക്കുന്നിൽ ഇതിന്റെ ഭാഗമായി ഭക്ഷ്യവിപണന മേളയോടുകൂടി തന്നെയായിരുന്നു ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടി ഭക്ഷ്യവിപണന മേള രാവിലെ മന്ത്രിമാരായ V ശിവൻകുട്ടിയും GR അനിലും ഒപ്പം തന്നെ ആന്റണി രാജുവുമായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇതിന്റെ ഈ പരിപാടിയിൽ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അതായത് UDFിന്റെ ഒക്കെ വിമർശനങ്ങൾക്ക് തക്കതായ രീതിയിലുള്ള മറുപടി തന്നെയാണ് ഇന്ന് ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി നൽകിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 2 വർഷത്തെ ആ ഒരു പ്രകടന മികവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് കാർഡ് ഇറക്കുന്ന ഒരു പദ്ധതിയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രധാനമായും വികസന പദ്ധതികളൊക്കെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടാണ്. അതായത് UDF അല്ലെങ്കിൽ പ്രതിപക്ഷം ഏറ്റവും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടാണ്. അതായത് LDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായ രീതിയിൽ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് തക്കതായ മറുപടി തന്നെയാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഈ പ്രസംഗത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. അതായത് UDF ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ ഒരു തുക, പെൻഷൻ തുക കുടിശ്ശിക വെച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ LDF കഴിഞ്ഞ 7 വർഷമായി, അതായത് UDF പെൻഷൻ തുക ബാക്കി വെച്ച പെൻഷൻ തുക അടക്കം LDF കൊടുത്തു തീർക്കുകയുണ്ടായി. ഒപ്പം തന്നെ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് നടത്താൻ വേണ്ടി LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വാർദ്ധക്യ പെൻഷൻ ആയാലും വിധവാ പെൻഷൻ ആയാലും എല്ലാ പെൻഷനുകളും കൃത്യമായ രീതിയിൽ
തന്നെ എത്തിക്കാൻ വേണ്ടി, ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു എന്ന ശക്തമായ മറുപടി തന്നെയാണ് ഇന്നിവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മറ്റ് വികസന പദ്ധതികളൊക്കെ തന്നെ ഊന്നി പറഞ്ഞു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ മായി ബന്ധപ്പെട്ടാണ്. അതായത് കഴിഞ്ഞ 7 വർഷമായി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഉന്നതി തന്നെയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ക്ലാസുകളൊക്കെ ഹൈടെക് ആകുന്നു. ഇപ്പോൾ സ്കൂളുകളൊക്കെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് SLC റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. SLC റിസൾട്ടിൽ 99.7% വിജയമാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ സർക്കാർ സ്കൂളുകളുടെ പ്രകടനമൊക്കെ എടുത്തു പറയേണ്ടതാണ്. മികച്ച പ്രകടനം തന്നെയായിരുന്നു സർക്കാർ സ്കൂളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഒപ്പം കഴിഞ്ഞ നാളിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് എത്തി ഉദ്ഘാടനം ചെയ്ത വാട്ടർ മെട്രോ, അത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. ഈ വാട്ടർ മെട്രോ മറ്റൊരു വികസനത്തിന്റെ തുടക്കമാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു വികസനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, LDF സർക്കാരിന്റെ ഈ ഒരു ഭരണകാലത്ത് വികസനങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലും ഒക്കെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള മഹാമാരികൾ, കൊറോണയും നിപ്പയും പോലുള്ള മഹാമാരികളൊക്കെ ഉണ്ടായി. ആ സാഹചര്യത്തിൽ അടക്കം ആരോഗ്യ മേഖല മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ആരോഗ്യ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായി ആകാൻ വേണ്ടി കേരളത്തിന് സാധിച്ചിരുന്നു. അതുതന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ കാലത്തും തുടരുന്നത് എന്ന രീതിയിലുള്ള പ്രസംഗമാണ് ഇന്നിവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഈ സെക്രട്ടേറിയറ്റ് സമരം, അതായത് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഈ പിണറായി സർക്കാരിന്റെ 2ാം വാർഷികം നടക്കുന്ന ഇന്നത്തെ ദിവസം സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സമരമുണ്ടായിരുന്നു. അതിനെതിരെ ആക്ഷേപവും ഉയർത്തിയിരുന്നു. അതായത് യഥാർത്ഥത്തിൽ UDF അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഭയന്നുകൊണ്ടാണ് UDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഉള്ള സമരങ്ങളുമായി അവർ വരുന്നത്. LDF സർക്കാരിന്റെ ഈ ഭരണത്തെ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഏതു വിധേനയും ഇതിനെതിരെ അല്ലെങ്കിൽ LDF സർക്കാരിന്റെ ഭരണത്തിനെതിരെ ആരോപണം ഉന്നയിക്കണമെന്നൊരു ലക്ഷ്യം മാത്രമാണ് UDFനുള്ളത് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കേന്ദ്ര ഭരണമുള്ള BJPയും UDFന്റെ കൂടെ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ഭരണം തന്നെയാണ് കഴിഞ്ഞ 7 വർഷമായി സംസ്ഥാനത്ത് LDFന്റെ നേതൃത്വത്തിൽ തുടരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം തന്നെ AI ക്യാമറയുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്ക് മുന്നെയാണ് രമേശ് ചെന്നിത്തല പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ പിണറായി വിജയൻ പറയുന്നത് അതൊക്കെ വെറും ആരോപണങ്ങളാണ്, അതൊന്നും തെളിയിക്കാൻ വേണ്ടി ഇതുവരെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതായത് പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളെയും ഇന്ന് രാവിലെ മുതൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ UDFന്റെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. അവിടെ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇന്നിപ്പോൾ 2ാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ സമ്മേളനം പരിപാടികളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു UDF ഇത്തരത്തിൽ, അതായത് വലിയ നേതാക്കളൊക്കെ തന്നെ അണിനിരന്നുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ അഴിമതി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിരവധിയായിട്ടുള്ള അഴിമതികളൊക്കെ ഉണ്ടായി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സമരം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപറ്റിയുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അമൽ? ഭദ്ര, പിണറായി സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷിക നടക്കുന്ന ഇന്നേ ദിവസം തന്നെ UDFന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ കാണാൻ വേണ്ടി സാധിച്ചത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. സെക്രട്ടേറിയറ്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും LDFന്റെ ഭാഗത്തു നിന്നും അഴിമതി ഭരണമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്
ചെയ്യേണ്ടത് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഒരു സമരമെന്ന് പറയാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ആ വിഷയങ്ങളൊക്കെ ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ UDF-ന്റെ സമരം. ഇതിനു മുന്നേ തന്നെ, അതായത് നാളുകളായി തന്നെ UDF ശക്തമായ സമരങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതായത് സംസ്ഥാന ബജറ്റിനു ശേഷം അന്ന് പെട്രോളിനും ഡീസലിനും അടക്കം വലിയ രീതിയിലുള്ള വില വർധനവ് ഉണ്ടായിരുന്നു. അന്നു മുതൽ പ്രതിപക്ഷം തെരുവിലിറങ്ങാൻ തുടങ്ങിയതാണ്. അത് KSU-വിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ നേതൃത്വത്തിൽ അന്നു മുതൽ ശക്തമായ സമരം തന്നെയാണ് സംസ്ഥാനത്തെ LDF സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടി ശക്തമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ സമരം UDF-നെ സംബന്ധിച്ച് ഒരു വലിയൊരു ആശ്വാസമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായതിനേക്കാൾ ഒരു വലിയ കൂട്ടം ആളുകൾ അല്ലെങ്കിൽ UDF-ന്റെ പ്രവർത്തകരാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് തടിച്ചുകൂടി എത്തിയിരുന്നത്. സെക്രട്ടേറിയറ്റിനെ സ്തംഭിപ്പിക്കുന്ന അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആ ഒരു പൊതുവഴിയെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമരം തന്നെയായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. കഴിഞ്ഞ 7 വർഷമായി ഇവിടെ LDF-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും AI ക്യാമറ ഒക്കെ അതിന് വലിയ ഒരു ഉദാഹരണമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു വഴിയും ഈ ഒരു LDF സർക്കാരിന്റെ ഒരു കാലത്ത് ഇല്ല എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നികുതി വർധനവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉന്നയിക്കുകയുണ്ടായി. അതായത് കൊറോണ പോലുള്ള മഹാമാരികൾ ഉണ്ടായ UDF-ന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ UDF അധികാരത്തിലിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായതെന്ന് അദ്ദേഹം വിമർശിച്ചു. എല്ലാ മേഖലയിലും UDF കാലത്ത് കേരളം പുറകോട്ട് പോയി എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് UDF-ഉം BJP-യും ഒരുപോലെ സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് നടന്ന സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികാഘോഷ വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അതേസമയം മറ്റൊരു ഭാഗത്ത് UDF-ന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം കൂടി നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ K. സുധാകരൻ അടക്കം ഉന്നയിക്കുന്നത്. രാവിലെയാണ് സെക്രട്ടേറിയറ്റ് സമരം ആരംഭിച്ചത്. പെട്രോളിന്റെ വിലയും അതുപോലെ തന്നെ നികുതി വർധനവും മറ്റ് സർക്കാരിന്റെ അഴിമതിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുധാകരൻ വേദിയിൽ പ്രസംഗിച്ചത്. അതുപോലെ തന്നെ ഈ സമരം നടക്കുന്നതിനിടയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല AI ക്യാമറ അടക്കമുള്ള വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ സമരത്തിന്